ഈ ഭാരതത്തിൽ പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആർക്കും ഇലക്ഷൻ മത്സരിക്കാം. ഇന്നാളുടെ മകനായതുകൊണ്ട് മത്സരിക്കരുതെന്നും ഭരണഘടനയിലില്ല, അതൊട്ട് നടക്കില്ല. ഏതൊരു പൗരനും മത്സരിക്കാം. നെഹ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലോകസഭയിലേക്കാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്, അല്ലാതെ ബാക്ക്ഡോർ എൻട്രി അല്ല, ലോകസഭയിലേക്കാണ് മത്സരിച്ചത്. യോഗ്യതയാണ് വേണ്ടത്, പാരമ്പര്യമല്ല. അതായത് പേരുകൾ പരാമർശിക്കുന്നുണ്ട്, സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ പേര്. അങ്ങനെ അദ്ദേഹം ഇപ്പോഴും കേരളത്തിലെ കോർ കമ്മിറ്റി അംഗമാണ്, കേരളത്തിലെ MP ആണ്, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഓട് പൊളിച്ചിട്ടല്ലല്ലോ ലോക്സഭയിൽ കയറിയത്. ജനങ്ങൾ യോഗ്യത നോക്കിയിട്ട് വോട്ട് ചെയ്യൂ. ഇപ്പൊ ഞാൻ 4 തവണ ലോകസഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും ജയിച്ചത് ഞാനിതിന് യോഗ്യനാണെന്ന് എന്നെ വോട്ട് ചെയ്തവർക്ക് തോന്നിയതുകൊണ്ടാണ്. അതല്ലാതെ ഇന്നാളുടെ മകനായതുകൊണ്ട് ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് ഏത് കോടതിക്കാ പറയാൻ പറ്റും? എങ്ങനെ ഞാൻ പറഞ്ഞ അവരുടെ കുടുംബത്തിൽ എല്ലാവരും ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരാ. മാത്രമല്ല തെക്കൻ കേരളത്തിലും അല്ല തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിച്ച് ജയിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അവർ നിസ്സാര കാര്യമാണ്. ജനാധിപത്യത്തിൽ അല്ലറ ചില്ല തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും, അതൊന്നൊരു പ്രശ്നമല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വന്നല്ലോ, സ്ഥാനാർത്ഥികൾ രംഗത്ത് ഇറങ്ങിയില്ല, ചിലരെ കാണാനില്ല. ഞങ്ങൾ നോക്കുക ആരാ എതിരാളിന്ന് അറിയുന്നില്ല, കാരണം ഒരാളെയും കാണാനില്ല. നേമത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം പരിഗണിക്കാതെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ഞാൻ പറയാം, അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണ്. ഞാൻ കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ചപ്പോൾ എന്നെ തടയാൻ വന്ന RSSകാർ നേരിട്ടതിൻ്റെ ഫലമായി അവർ തല അടിച്ച് പൊട്ടിച്ചാണ്. അങ്ങനെ ത്യാഗം സഹിച്ചവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ ജാതിയും മതവും നോക്കരുത്. അത് ഒരാളെ മാറ്റി നിർത്താനുള്ള ഒരു ഘടകമല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ ഞങ്ങളുള്ളത് മാനവരത്നം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത പാർട്ടിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തൊരു അംഗീകാരം. ഓക്കെ, താങ്ക് യു.